നമസ്കാരം. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിലേക്ക് കടൽ മാർഗവും കരമാർഗവും ആകാശമാർഗവും പാലസ്തീനിലെ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള ഹമാസിന്റെ ഒരു വലിയ ആക്രമണം നടന്നു. അതിന്റെ പേരിൽ ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. ഈ യുദ്ധം തുടരുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ, അവരുടെ പ്രവർത്തകരെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നയത്തിൽ തന്നെയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഹമാസിന്റെ ഭീകര തലവനായിട്ടുള്ള അബു ഷുജ എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് ഇസ്രായേൽ തേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ ഇപ്പോ പറഞ്ഞ് സ്വർഗത്തിലേക്ക് വിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം അത് കൃത്യമായിട്ട് നടത്തിയിരിക്കുകയാണ്. യഹിയ സിൻവർ എന്ന് പറയുന്ന ഇവരുടെ ഒരു ഭീകരതല, ഇപ്പോഴത്തെ അവരെ രാഷ്ട്രീയകാര്യ നേതാവാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഇപ്പോ ഒളിവിലാണെങ്കിലും ഇയാളുടെ ഒരു സ്വഭാവ രീതി ക്രൂരമായിട്ട് ജൂതന്മാരെ കൊലപ്പെടുത്തുക എന്നുള്ള നയമാണ്. ഈ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുക എന്നുള്ള നയത്തിന് ഇപ്പോ കുറെ മയം വന്നിട്ടുണ്ട്. കാരണം അതുപോലെയുള്ള ആക്രമണമാണ് പാലസ്തീനിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഗാസയിലാണെങ്കിലും ഗാനി യൂനിസിലാണെങ്കിലും റഫയിലാണെങ്കിലും എല്ലാം കൃത്യമായിട്ട് ഇത് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് അവർ പോകുന്നത്. അപ്പൊ ഈജിപ്ത് വഴി ഒരു കോംപ്രമൈസിന് യഹിയ സിൻവർ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. തന്നെ കൊല്ലാതെ ഇരിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ വെടിനിർത്തൽ ഞങ്ങൾ തയ്യാറാണ്, ബാക്കിയുള്ള ബന്ദികളെ കൂടി ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ എങ്ങനെയാണെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തമായിരിക്കുകയാണ്, ഈ അബു ഷുജ എന്ന് പറയുന്ന ഹമാസ് തലവന്റെ കൊലപാതകത്തോടു കൂടി തന്നെ പാലസ്തീന് പുറത്തേക്കും ഇസ്രായേലിന്റെ ആക്രമണം വ്യാപിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥമാണ്. കാരണം പാലസ്തീൻ പൗരനാണെങ്കിൽ പോലും ഹമാസിന്റെ പ്രവർത്തനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിപുലമാക്കാൻ വേണ്ടി വളരെയധികം രീതിയിൽ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അബു ഷുജ. ഇയാൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഇയാളുടെ പ്രധാനപ്പെട്ട രഹസ്യ കേന്ദ്രം ഉണ്ടായിരുന്നത് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഹമാസിന് വലിയ രീതിയിൽ തന്നെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പാലസ്തീനിലെ ആക്രമണങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഇപ്പോഴും ഒരു വിഭാഗം ഇസ്രായേൽ സൈനികർ പാലസ്തീൻ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൂടി ആക്രമണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുകയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, താൻ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ തരത്തിൽ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്നും ഇസ്രായേലിനെ വലിയ ഒരു രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്നും. അപ്പോൾ ഈ വലിയ രാജ്യമാക്കുക എന്നുള്ളത് പാലസ്തീൻ ഒട്ടാകെ ഇസ്രായേലിന്റെ ഭാഗമാക്കുക, അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിന്റെ രാജ്യമാക്കുക, ലെബനൻ ഇസ്രായേലിന്റെ രാജ്യമാക്കുക അല്ലെങ്കിൽ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അപ്പൊ ഈ ഭീകരവാദികൾക്ക് അനുകൂലമായിട്ട് എത്രത്തോളം രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോഴും ഈ ഗൾഫ് രാജ്യങ്ങളുടെ എല്ലാം കയ്യിൽ നിന്ന് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പോവുകയാണ്. എത്രത്തോളം ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ഇസ്രായേൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുഖ്യ കാരണക്കാര് പാലസ്തീനിലെ ഈ ഭീകരവാദികൾ. പാലസ്തീനിന് എത്ര രീതിയിൽ ഏതെല്ലാം തരത്തിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിനോട് കാര്യങ്ങൾ പറഞ്ഞാലും ഇതിലൊന്നും 1% പോലും കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു നയം പ്രഖ്യാപനം എന്നുള്ളതിൽ തർക്കമില്ല. നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാലസ്തീനെയും പാലസ്തീനിലെ എല്ലാ ആളുകളെയും, അതിൽ ഒരു പ്രത്യേകിച്ചൊരു മാറ്റമുണ്ടെന്ന് ഇപ്പൊ തോന്നുന്നില്ല, ഭീകരവാദത്തെ പിന്തുണക്കുന്ന ആളുകളെ കാലപുരിക്ക് അയക്കാൻ വേണ്ടിയുള്ള കലാപരിപാടിയായിട്ട് അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോക കോടതി അല്ലെങ്കിൽ UN ഒക്കെ ഒരു കാര്യം പറഞ്ഞു, ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങുമെന്നുള്ളൊരു കാര്യം. ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ സമയം മുതൽക്ക് ഇവർ പറയുന്നതാണ് ഞങ്ങൾ നടപടിയെടുക്കും. അപ്പൊ ഇസ്രായേൽ എല്ലാ സമയത്തും പറയുന്നുണ്ട് ഞങ്ങൾക്ക് നേരെ വന്നിട്ടുള്ള ശത്രുക്കളെ നിങ്ങൾ ഒതുക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ചോദിക്കുന്ന സമയത്ത് ഇല്ല, അപ്പൊ ഞങ്ങൾക്ക് നേരെ വന്നിരിക്കുന്ന ശത്രുക്കളെ ഞങ്ങൾ ഒതുക്കും. ആ ഒതുക്കുന്നതിന്റെ കലാപരിപാടികളാണ് ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് 1% പോലും പുറകോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭീകരവാദ വിഷയങ്ങളെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്നത്. ഏറ്റവും മുഖ്യമായിട്ട് നമ്മളൊന്ന് നോക്കിക്കാണുന്നത് ഇസ്രായേൽ ഇപ്പൊ പാലസ്തീന് എതിരെ മാത്രമല്ല യുദ്ധം തുറന്നിരിക്കുന്നത്. പാലസ്തീൻ, അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്ക്, മറ്റ് ലെബനോൻ, ഹിസ്ബുള്ള, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും പല ഭീകരവാദ സംഘടനകളുമായിട്ട് യുദ്ധം, സിറിയയിൽ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന എല്ലാ രാജ്യങ്ങളിലും കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ട് ആരെല്ലാം എവിടെയെല്ലാം വലിയ തരത്തിൽ ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതിനെ മുൻകൂട്ടി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവർ കുറെ സംഭവങ്ങൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് കൂട്ടത്തിൽ ഇതിനെല്ലാം ഈ പറയുന്ന ചെറു സംവിധാനങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞതിന് ശേഷം
ഇറാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഇസ്രായേൽ കൃത്യമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നിരീക്ഷണങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് അവരുടെ ആണവ കേന്ദ്രമടക്കം തകർത്തെറിയാനുള്ള എല്ലാ സംവിധാനവും ഇസ്രായേൽ സെറ്റ് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗം തന്നെയായിരുന്നു നിരന്തരമായിട്ട് ഇറാന് നേരെ ഇസ്രായേൽ പലപ്പോഴായിട്ട് ചില രഹസ്യമായിട്ടുള്ള ആക്രമണം നടന്നത്. ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് ആണ് ഇതിന് വലിയ രീതിയിൽ നേതൃത്വം നൽകിയത്. ഇവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഒരു 18ഓളം ആണവ ശാസ്ത്രജ്ഞന്മാരാണ് കൊലപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ പല സൈനിക മേധാവിമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സൈനിക സംവിധാനങ്ങളുള്ള സിറിയയിൽ പോലും ആക്രമണം നടത്തി അവരുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ തലവന്മാരെ തീർത്ത് കളയണം. അപ്പോൾ ഇവരെല്ലാവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒറ്റ കാര്യം മാത്രമാണെന്ന് ഇസ്രായേലിന് അറിയാം. അത് പ്രധാനമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ജൂതന്മാരെ വംശഹത്യ ചെയ്യുക എന്നുള്ള നിലപാട് തന്നെയാണ്. അതിൽ ഈ പറയുന്ന രാജ്യങ്ങൾ മുഴുവൻ ഹിറ്റ്ലറുടെ മാനസികാവസ്ഥയ്ക്കൊപ്പം തന്നെയാണ്. എങ്ങനെയാണോ ഹിറ്റ്ലർ ജൂതന്മാരെ ലോകത്ത് മുഴുവൻ ആക്രമിച്ചത്, അതുപോലെ തന്നെ ഇസ്രായേലിലെ ഇപ്പോഴുള്ള ജൂതന്മാരെ ഏതെല്ലാം തരത്തിൽ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നയത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് മിക്ക അറബ് രാഷ്ട്രങ്ങൾ. കാര്യമായിട്ടുള്ള രീതിയിൽ അവരൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത്രത്തോളം ടെക്നോളജിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമായതിന്റെ പേരിലാണ് ഇസ്രായേൽ ഇന്ന് നിലനിൽക്കുന്നത്. അതോടൊപ്പം ഇന്ത്യയിൽ പോലും വലിയ തരത്തിൽ സൈനിക കരാറുകൾ ഈ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് പോലും ഏർപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു 2 മാസത്തിന് ഇടയിൽ 2 കപ്പലുകൾ നിറയെ ആയുധങ്ങളുമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കപ്പലുകൾ യാത്ര തിരിച്ചു. അതിന്റെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഇന്ത്യ ഹമാസ് ഭീകരവാദികളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഇവിടുന്ന് ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് കയറ്റി അയക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. മോഡി വന്നപ്പോൾ മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായ സമയത്ത് പാകിസ്ഥാൻ ആക്രമിക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാനെ നശിപ്പിക്കുന്നതിനായിട്ട് അവരുടെ സൈനിക സംവിധാനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഇസ്രായേലിന്റെ സഹായം തേടുകയും ഇന്ത്യക്ക് കൃത്യമായിട്ട് ഇസ്രായേൽ അത് ചെയ്തു കൊടുക്കും. ആ സമയം മുതൽക്ക് തന്നെ ഇസ്രായേലിനും ഇന്ത്യക്കും ആവശ്യമായിട്ടുള്ള വലിയ തരത്തിലുള്ള ആയുധങ്ങൾ ഇന്ത്യയിൽ രൂപീകരിക്കും അല്ലെങ്കിൽ ഇന്ത്യയിൽ സൃഷ്ടിച്ചെടുക്കും, നിർമ്മിക്കും. ഇത് ഇസ്രായേലിന് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് ഇസ്രായേലിന് കൊടുക്കും, അല്ലാത്ത സമയത്ത് ഇന്ത്യക്കും ഉപയോഗിക്കും. ഇതാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതുപോലെയുള്ള കരാറുകളും പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ട്. ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ടീമുകൾക്ക് അല്ലെങ്കിൽ രാജ്യങ്ങളുമായിട്ട് മാത്രമേ ഇങ്ങനെയൊരു സംവിധാനം ചെയ്യാതിരിക്കുന്നുള്ളൂ. ഒക്ടോബർ 7 തീയതി 2023 നടന്ന ഭീകരാക്രമണത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് ഒരു വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഏത് തരത്തിലാണോ ഭീകരവാദികൾക്കെതിരെ പോരാട്ടം നടത്തുന്നത്, ഞങ്ങളും അത് തന്നെ ചെയ്യുന്ന ഒരു രാജ്യമാണ്. നിങ്ങൾ ഏത് രീതിയിലുള്ള വിഷയങ്ങളാണ് അനുഭവിക്കുന്നത്, അത് ഇന്ത്യ മഹാരാജ്യവും വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ട്. അത് ലഷ്കർ ഇ തൊയ്ബ ആണെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും സിമിയെ പോലെയുള്ള പല സംഘടനകളാണെങ്കിലും PFI പോലെയുള്ള ഭീകരവാദ സംഘടനകളടക്കം നിരോധിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ വിഷയങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രതിരോധിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിരോധത്തെ ഭീകരവാദികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടാണ് BJP കാണുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കാണുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ കൃത്യമായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഏതെല്ലാം തരത്തിൽ ഇതിനെ പ്രതിരോധിക്കുന്നുവോ ആ കാര്യങ്ങൾക്കൊപ്പമാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതിലും തർക്കമില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേൽ എന്നും സൗഹൃദ രാഷ്ട്രമായിരിക്കും. അപ്പോൾ ഭീകരവാദ നേതാക്കന്മാര് ഹമാസിന്റെ ഓരോന്ന് തീരുമ്പോഴും ഇന്ത്യക്ക് അതിൽ വലിയ ആശ്വാസവും സന്തോഷവും ഉണ്ട് എന്നുള്ളതിലും തർക്കമില്ല. ഫസ്റ്റ് റിപ്പോർട്ട്സ്.